ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? എൻ്റെ ലൈവിനെ കുറിച്ചാട്ടോ. ഞാൻ ലൈവ് ഇടുന്നത് ഇനി അതിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഞാനതിങ്ങനെ പഠിച്ചു വരുന്നില്ലുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ഇടുന്നത് നോക്കിയിട്ടൊന്നും ആരും ഇരിക്കുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് പറയുക, ഞാൻ ഒരു എയറിലായി നിൽക്കണ ആളല്ല, അല്ലെങ്കിൽ വൈറലായി നിൽക്കണ ആളുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈവൊന്നും ആരും അങ്ങനെ കാത്തിരിക്കണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എൻ്റെ ലൈവിൽ ആരും വരാത്തത്. പിന്നെ വെച്ചെങ്കിൽ ഞാനത് ആകെ 400 ചില്ലറ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. എനിക്ക് ഞാൻ 10 ലക്ഷം 20 ലക്ഷം ഒന്നും സബ്സ്ക്രൈബർമാരുള്ള ആളല്ല. അതുകൊണ്ടാണ് എൻ്റെ ലൈവിൽ ആരും വരാത്തത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്നെ പരിചയപ്പെട്ട് ഇങ്ങനെ വരുന്നല്ലുള്ളൂ. അവർക്കിപ്പോൾ ഒരു 100 കാര്യങ്ങളുണ്ടാവില്ലേ. അവർ പിന്നെ ഞാൻ ലൈവ് ഇടുന്നത് നോക്കിയിരിക്കണം. അപ്പം ഞാനെന്താ വെച്ചെങ്കിൽ ഇങ്ങനെ പഠിക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ ലൈവ് ഇടും. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അത്രയും ഞാൻ ചെയ്തു വന്നത്. ഒന്നും എനിക്കിപ്പോൾ അറിയണ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രായമായവരിൽ നിന്നും പഠിക്കാണ്ട്, കുട്ടികളിൽ നിന്നും പഠിക്കാണ്ട്. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. 5 വയസ്സും 6 വയസ്സൊക്കെ 10 വയസ്സൊക്കെ ഉള്ള കുട്ടികളോട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാതെ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധിക്കും നമ്മൾ നോക്കണം. നമുക്കൊരു ബുദ്ധി ഉണ്ടാവില്ലേ, ഒരു വൈഭവമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതുപോലെ അതിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് ജീവിതം ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയണത്. പിന്നെ ഈ വീഴ്ചയിൽ നിന്നാണ് നടക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് പലരും നമ്മളതിനെ പറ്റിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അല്ലേ. അത് പറ്റിക്കലാണ്, അങ്ങനത്തെ ഒരു പറ്റിക്കലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും പറ്റിക്കലുണ്ട്. പറ്റിക്കലിന് ഇപ്പോൾ പുതിയ പുതിയ മുഖങ്ങളുണ്ട്, പല രീതിയിലും പറ്റിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്ലാറ്റ്ഫോം തന്നെ ഉണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാനും എന്നിട്ട് അവരെ പറ്റിക്കാനും കൂളായിട്ട് പറ്റിച്ചു പോകാനൊക്കെ പറ്റുന്ന, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിക്കലിന് പുതിയ പുതിയ മുഖങ്ങളുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് തന്നെ ഒരേ രീതിയിലല്ല പറ്റിക്കണത്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പല രീതിയിൽ പറ്റിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ പൊട്ടന്മാരായിട്ടല്ല, നമ്മൾ പിന്നെയും പറ്റിക്കപ്പെടുന്നത് നമ്മൾ പൊട്ടന്മാരായിട്ടൊന്നല്ല, നമ്മൾ മനുഷ്യർ പൊട്ടന്മാരായിട്ടൊന്നല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ വീണ്ടും പറ്റിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾക്ക് ആരെയും വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാണ്ടിരിക്കാനും പറ്റില്ല അല്ലേ. അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കറിയില്ല അത് പറ്റിക്കലാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. നമ്മൾ പറ്റിക്കപ്പെടുമ്പോഴാണ് അറിയണത്. പിന്നെ ഒരിക്കലും അല്ലെങ്കിൽ 2 വഴി 3 വഴി പറ്റിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ പിന്നെയും മറ്റുള്ള ആൾക്കാരെ എടുത്ത് പോകേണ്ടി വരികയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പറ്റിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ പറ്റിക്കാത്ത ആൾക്കാരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കുറേ സമയം എടുക്കും നമുക്ക്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ലൈവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അതവിടെ ഇട്ട്. അപ്പോൾ ലൈവിൽ ഇപ്പോൾ ആൾക്കാരില്ലാത്തൊന്നും നോക്കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതിനൊക്കെ സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദാസാന്ന് പറയുന്നില്ലേ, അതുപോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോൾ എൻ്റെ ലൈവിലും ആൾക്കാരൊക്കെ വന്നോളൂ. അത് 2-3 ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അതിങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ. പക്ഷെ അവർ മിണ്ടാണ്ടിരിക്കണ, ഒരു മെസ്സേജ് ഇടാത്തതുകൊണ്ടാണോ ഞാൻ കാണാത്തത്, അതല്ല ഇനി മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് ഇനി വേറെ വല്ല ബട്ടനുണ്ടോയെന്ന് അറിയില്ല, അത് ഞെക്കാത്തതുകൊണ്ടാണോ വരാത്തതെന്ന് അറിയില്ല. ഞാനൊക്കെ കഴിയുമ്പോൾ ലൈവ് ഇട്ട് കഴിയുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് ഇത്ര ചാറ്റുണ്ട്, ആൾക്കാരുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കണ കാര്യം തന്നെയാണോ അവിടെ കാണിക്കണമെന്നും എനിക്കറിയാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പഠിച്ച് വരുന്നുള്ളൂ.
മോഹൻലാൽ പറയണ പോലെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലെ വിശേഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. സമയമില്ല, ഞാൻ ജോലിക്ക് പോകാൻ നിൽക്കണം, കാൽനടയാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ഓക്കെ, പിന്നെ വരാട്ടോ.